ഹായ് ഫ്രണ്ട്സ്, വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് പല ആൾക്കാർക്കും തന്നെ വാഹനത്തിൽ എങ്ങനെയാണ് വൈപ്പറിന്റെ സ്വിച്ചുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ സ്പീഡ് എങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ പല ആൾക്കാർക്കും ഇല്ല. കാരണം വാഹനം പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് പഠിക്കാറില്ല. എന്നാൽ സ്വന്തമായിട്ട് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വാഹനം ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് ഇത് നമ്മൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വൈപ്പർ എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ലിവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വാഹനത്തിന്റെ വൈപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്കിപ്പോൾ കിടക്കുന്നത് ഓഫ് മോഡിലാണ്. പിന്നെ ഉള്ളത് ഒരു നോർമൽ മോഡ്, പിന്നെ ലോ, പിന്നെ ഹൈ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു മോഡെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വൈപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മോഡുകൾ മനസ്സിലാക്കി മാത്രം വൈപ്പർ യൂസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ നോബ് ഒന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് വൈപ്പർ ബ്ലേഡ് ഉപയോഗിച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് ഒരു നിശ്ചിത സെക്കൻഡിന് ശേഷമാണ് അടുത്തൊരു വൈപ്പിംഗ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി സ്പീഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലോ എന്ന് പറയുന്ന മോഡിലേക്ക് ഒന്നും കൂടെ ആക്കുക, അതായത് തൊട്ട് താഴോട്ടാക്കുക. അപ്പം വൈപ്പർ ഇടുന്ന സ്പീഡ് കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് വൈപ്പ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഫ്രണ്ടിൽ മിസ്റ്റ് കയറിയിട്ടുണ്ട്, അപ്പം ഞാൻ ജസ്റ്റ് മിസ്റ്റ് ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വൈപ്പർ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്പീഡിൽ വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വൈപ്പർ യൂസ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്ത് ചെയ്യുക, ഹൈ മോഡിലേക്ക് ആക്കുക. അതായത് ഒന്നും കൂടെ താഴോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ നല്ല രീതിയിൽ ഫ്രണ്ട് വിൻഷീൽഡ് നമുക്ക് വൈപ്പ് ചെയ്ത് കിട്ടും. മനസ്സിലായോ? അപ്പം ഇത് നമ്മൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കഠിനമായിട്ടുള്ള ഒരു മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഹൈ കൊടുക്കാം. ഇനി കുറച്ച് മഴയുള്ളൂ, അത്യാവശ്യം പെയ്യുന്നുണ്ട്, എന്നാൽ നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലോ മോഡിലേക്ക് ആക്കി കൊടുക്കുക. ഇനി കുറച്ചും കൂടെ നോർമൽ ആയിട്ടുള്ള ഒരു മോഡ് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ട് മുകളിലെ മോഡിലേക്ക് ചേഞ്ച് ആക്കുക. ഓക്കെ, അപ്പം നമുക്കൊരു നിശ്ചിത സെക്കൻഡ് മഴ ഇതുപോലെ പെയ്യുന്നു, അതിനുശേഷം നമുക്ക് ഒരു നിശ്ചിത സെക്കൻഡ് വീണ്ടും ഇത് വൈപ്പ് ചെയ്ത് വന്നോളൂ. ഇതുകൊണ്ട് ഈ രീതിയിൽ ഇനി നമുക്ക് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വൈപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഴയുള്ള സമയത്ത് മഴയുടെ ആ ഒരു രീതിക്കനുസരിച്ചിട്ടുള്ള ഒരു വൈപ്പർ, അതായത് വൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മോഡ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ചില ആൾക്കാരൊക്കെ വൈപ്പർ സ്വിച്ച് ചുമ്മാ ഓൺ മോഡിലേക്ക് ഇട്ടേക്കും, കുറച്ച് സ്പീഡൊക്കെ കൂട്ടി ഇട്ടേക്കും, ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടാകും, എന്നാൽ ഇതിങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് എത്രത്തോളം സ്പീഡ് ആവശ്യമുണ്ടോ അതിന് ഉള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ മഴ മാറിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് വീണ്ടും ഓൺ ആക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ വൈപ്പർ